കുട്ടികൾക്ക് ഭയങ്കര അസുഖം, കൊച്ചുങ്ങൾക്ക് ഛർദില്, വയ്യാഴ്മ, അവിടെയുള്ള കുട്ടികളെ എല്ലാവരും പുറത്താക്കിയിട്ടുണ്ട്. മനഃപൂർവ്വമായിട്ട് ആരെങ്കിലും ഈ ചെറിയ കുളത്തിലേക്ക് വെള്ളം ഒഴുക്കി വിടുന്നതല്ല. ഈ പിടിവാശികൾ ഒഴിവാക്കിയാൽ ഇത് പരിഹരിക്കാവുന്ന പ്രശ്നം പഞ്ചായത്തിന് ഈസിയായിട്ട് കൈകാര്യം ചെയ്യാം. ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ഒന്നും പ്രാക്ടിക്കലല്ല. ഞങ്ങളിപ്പോൾ എഞ്ചിനീയർമാരും കൊണ്ടല്ലേ ഞങ്ങളിവിടെ പോകുന്നത്. ഇവരുടെ നിരുത്തരവാദപരമായിട്ട് പക്ഷാപാതപരമായിട്ടുള്ള സമീപനമാണ് ക്ഷേത്രത്തിനോട് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രക്കുളമല്ല, ചെറിയിൽ ക്ഷേത്രനോടുണ്ട്. ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായിട്ട് ഒരു കുളം പണ്ട് മുതലേ ഉണ്ട്. ഇപ്പം മാത്രം എന്താ ആശങ്ക വന്നേ? ഇത് കാലാകാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇതിൻ്റെ ആൾക്കാർക്കെല്ലാം അറിയാമല്ലോ. എന്തുകൊണ്ട് ഈ അനാസ്ഥ ക്ഷേത്രത്തിനോട് ഈ പഞ്ചായത്തിന് ഈ അനാസ്ഥ കാണിക്കുന്നു എന്നുള്ള വിവരം നമുക്കിത് അറിയണം. ഈ അമ്പലക്കാർക്ക് ഈ വർഷം ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നം ഇത് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഞങ്ങൾ ശാസ്ത്രീയമായ രീതിയിൽ ഞങ്ങൾ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതൊരു അമ്പലക്കുളമാക്കും. കരിങ്കല്ല് കെട്ടി നാട്ടുകാരുടെ പങ്കാളിത്തത്തോടെ ഇവിടെ വരൾച്ച വരുമ്പോൾ ഈ കുളം വറ്റും. അടുത്ത സമീപ പ്രദേശത്തുള്ള ഒരു കിണറ്റിനും വെള്ളമില്ല. മഴ പെയ്യുമ്പോഴത്തേക്ക് വെള്ളം വരും. പിന്നെ ഏതടിസ്ഥാനത്തിൽ ജനസ്രോതസ് എന്നും പറഞ്ഞ് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു വിടുന്നതെന്ന് എനിക്ക് മനസ്സിലാകും. നീർത്തടമാണ്. ആ വെള്ളം ഏതാണ്ട് ഒരു 500ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളമായിട്ട് ഞങ്ങളുടെ ആശ്രയമാണത്. ആ അടച്ചു വച്ചിരിക്കുന്ന മാറ്റിക്കഴിഞ്ഞാൽ ഈ അഴുക്കും ഓവർഫ്ലോ അത് വെള്ളം അങ്ങ് പോയിക്കൊണ്ടിരിക്കും. മാപ്പിൾ അസോസിയേറ്റ്സ് ബിൽഡിംഗ് മെറ്റീരിയൽ സ്റ്റോർ, ഗവൺമെൻറ് ITCക്ക് സമീപം, വട്ടപ്ലാമൂട്, വർക്കല.